നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വിശ്വാസമൊക്കെ ഉണ്ടെന്നാണ്. കാരണം നമ്മളെ വിളിക്കുന്നത് തന്നെ എന്താണ്? വിശ്വാസികളെന്നല്ലേ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വാസികളല്ലേ? നമുക്ക് വിശ്വാസമില്ലയോ? ശരി, നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മളെല്ലാം വിശ്വാസികളാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആത്മാർത്ഥതയോടെ ചോദിക്കുകയാണെന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. അത് പറയുമ്പം അതെ, ഞങ്ങൾ ദൈവത്തെ എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഇല്ല. ചങ്കൂറ്റമില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ നമ്മളങ്ങ് ചാടിക്കേറി പറയാത്ത മറ്റൊന്നും കണ്ടല്ല, നമ്മൾ അത്രയ്ക്കും കള്ളന്മാരല്ലാത്തതുകൊണ്ടാണ്. അതായത് നമുക്കറിയാം നമ്മൾ അങ്ങനെ അങ്ങ് ദൈവത്തെ പ്രസാദിപ്പിക്കുകയൊന്നും അല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ട്. ദാറ്റ് ഈസ് ഗുഡ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ലോകത്തിലല്ല. നമ്മിൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും ആത്മാവ് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത്? വ്യാജമായ അങ്ങനെ ഒരു അവകാശവാദം മുഴക്കാൻ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത്. ബിക്കോസ് നമ്മൾ അത്ര കള്ളന്മാരല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത്ര കള്ളന്മാരല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പൂർണ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫെയ്ത്ത് എന്താണെന്ന് ചിന്തിക്കാനും പഠിക്കാനും വിശ്വസിക്കുവാനും, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിക്കാനൊക്കെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടി ഉള്ള ഒരു വലിയൊരു പരിശ്രമം നമ്മൾ നടത്തണം. എന്തുകൊണ്ട്? കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏക മാർഗം എന്താണ്? വിശ്വാസമാണ്. അതുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ 2 വാക്കുകൾ ഇതിനോട് സമാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബിലീഫ് എന്ന് പറയും, 2 ഫെയ്ത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം, മലയാളത്തിൽ നമ്മൾ രണ്ടും വിശ്വാസം എന്ന് പറയുമെങ്കിലും ബിലീഫ് എന്ന് പറയുന്നതും അതിനും നമ്മൾ പറയുന്നത് മലയാളത്തിലങ്ങ് പറയുമ്പോഴത്തേക്ക് ഐ ബിലീവ് ഇറ്റ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അതിനും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മലയാളത്തിൽ എന്ത് തന്നെയാണ്? വിശ്വാസം. പക്ഷെ ഇതിനകത്ത് വലിയൊരു വ്യത്യാസം, ഒരു അന്തരമുണ്ട്. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ വിശ്വാസം അഥവാ ബിലീഫ് എന്ന് പറയുന്നത്? എന്താണ് ബിലീഫ് എന്ന് നമ്മൾ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുതയിലുള്ള വിശ്വാസമാണ്. ഒരു വസ്തുത നമ്മൾ വിശ്വസിക്കുന്നതിനെയാണ് ബിലീഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും വലയം വെക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭൂമി സൂര്യന് ചുറ്റും എന്താണ് വലയം വെക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും യെസ്, ഐ ബിലീവ് ഇറ്റ്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അതൊരു സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു നമ്മുടെ വിശ്വാസം. നേരത്തെ ഭൂമിക്ക് ചുറ്റും സൂര്യൻ പോകുന്നെന്നായിരുന്നു നമ്മുടെ വിശ്വാസം. കാര്യം നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കുകയും സൂര്യൻ സഞ്ചരിക്കുകയുമാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു, ഇല്ലേ? അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് ശാസ്ത്രീയമായി ചില തെളിവുകളോടുകൂടെ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയല്ല, ഭൂമിയാണ് സൂര്യനെ വലം വയ്ക്കുന്നത് എന്ന് നമ്മുടെ അടുത്ത് വന്ന് തെളിയിച്ചു പറഞ്ഞത്. അങ്ങനെ തെളിയിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ മാറ്റി ഒരു പുതിയ വിശ്വാസം ഉണ്ടാക്കി. പക്ഷെ ഇത് രണ്ടും എന്താണ്? നമ്മളുടെ യുക്തിയിൽ കണ്ടെത്തിയ ചില വസ്തുതകളിൽ നമുക്കുള്ള വിശ്വാസമാണ്. വേദപുസ്തകത്തിലെ വിശ്വാസം അങ്ങനെ യുക്തിപരമായി ചില വസ്തുതകളിലുള്ള വിശ്വാസം അല്ല. ഇനി അടുത്തത് നമ്മൾ ഐ ബിലീവ് ഇറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിലുള്ള വിശ്വാസമാണ്. ചരിത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു. ഗാന്ധിജി മരിച്ചുപോയി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗാന്ധിജി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നതിൻ്റെ കാരണമുണ്ട്. അത് ചരിത്രമാണ്. അത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത് ചരിത്രമായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇതേപോലെ വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വാസികളാണെന്നാണ്. ഇന്നൊരാൾ വിശ്വാസിയാണോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും മാക്സിമം ഉയർത്തെഴുന്നേറ്റ് നോക്ക്, നീ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ആ വിശ്വാസത്തെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. അത് തീർച്ചയായിട്ടും വിശ്വസിക്കണം. കാര്യം അത് ചരിത്രമാണ്. നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്നത് വിശ്വസിക്കുന്നത് പോലെ അതേ അർത്ഥത്തിൽ വേണമെങ്കിൽ 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിച്ചു എന്നും നമുക്ക് വിശ്വസിക്കാം. അത് ചരിത്രത്തിലെ വിശ്വാസമാണ്. വേദപുസ്തകത്തിൽ ഹോൾ ഗോസ്പെൽസ് 4 സുവിശേഷങ്ങളിലുമായിട്ട് യേശുവിൻ്റെ ചരിത്രം വിവരിച്ചിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ജീസസ്, ചരിത്രപരമായ യേശു എന്ത് ചരിത്രത്തിൽ പ്രവർത്തിച്ചു എന്നെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. ആ വിശദമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വാസിയാണോ? അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് വിശ്വാസമെങ്കിൽ നമ്മളെക്കാൾ നല്ല വിശ്വാസിയാണ് പിശാച്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ വിശ്വസിക്കുന്ന ഒരാളാണ് ആര്? പിശാച്, അല്ലേ? വള്ളിപുള്ളി തെറ്റാതെ.
വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പിശാച്. പക്ഷെ നമ്മൾ പിശാചിനെ വിശ്വാസിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ലല്ലോ. നമ്മൾ ആരെങ്കിലും പിശാചിനെ വിശ്വാസിയായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കണക്ക് കൂട്ടിയിട്ടില്ല? ചരിത്രത്തിലെ യേശുവിനെ വിശ്വസിക്കുന്നതല്ല വേദപുസ്തകത്തിലെ വിശ്വാസം. അതിനപ്പുറത്തുള്ള, അതുകൊണ്ട് ദൈവത്തെ, ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ സാത്താനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ അത് ശരിയല്ലെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെയാണ് വിശ്വാസം എന്താണ് എന്ന് പഠിക്കേണ്ടത്. ഇനി നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസം എന്നത് എന്താണ്? എന്താ അവിടെ പറയുന്നത്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാണാത്ത കാര്യങ്ങളുടെ എന്നാണ്. അതാണ് വേദപുസ്തകത്തിലെ വിശ്വാസത്തിന്റെ പ്രത്യേകത. കാണാത്ത കാര്യങ്ങൾ. ചരിത്രം എന്നുള്ളത് കാണാത്ത കാര്യമല്ല, കാണുന്ന കാര്യങ്ങളാണ്. ഇല്ലേ? ചരിത്രത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളോ ആരെങ്കിലോ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേദപുസ്തകത്തിലെ വിശ്വാസം കാണുന്ന കാര്യങ്ങളുള്ള വ്യത്യാസമല്ല. ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വെടിവെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാര്യ ജെസ്സി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കല്യാണത്തിന് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. പക്ഷേ ജെസ്സി എൻ്റെ ഭാര്യയാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വന്നോ? ഇല്ല. നിങ്ങൾ കണ്ടോ ഞാൻ ജെസ്സിയെ കല്യാണം കഴിക്കുന്നത്? ഇല്ല. പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ കണ്ടില്ലെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടുള്ള കാര്യമാണ് എന്തായിത്തീരുന്നത്? ചരിത്രമായി തീരുന്നത്. ചരിത്രത്തിൽ കണ്ടിട്ടുള്ള, ആരെങ്കിലും കണ്ടിട്ടുള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിൽ പറയുന്ന വിശ്വാസമല്ല, കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നതാണ്. കണ്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കണ്ട കാര്യങ്ങൾ അങ്ങ് അംഗീകരിച്ചാൽ മതി. അതിനുവേണ്ടി വലിയ ഫെയ്ത്ത് ഒന്നും ആവശ്യമൊന്നുമില്ല. കണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അംഗീകരിക്കുകയാണ്. ഞാനിത് കണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ ശരി, അത് അംഗീകരിക്കുകയാണ്. എന്നാൽ ഫാക്ട്സ്, വസ്തുതകൾ എന്ന് പറയുന്നത് വിശ്വസിക്കപ്പെടുകയല്ല, ശരിക്കും എന്താണ്? അംഗീകരിക്കപ്പെടുകയാണ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ചരിത്രത്തിനപ്പുറത്ത്, ചരിത്രത്തിൽ കാണാത്ത, ശരിക്കും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായ തർജ്ജിമ എന്ന് പറയുന്നത് കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ്. ചരിത്രത്തിൽ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം പോലുമില്ല. അതെന്ത് ചെയ്താൽ മതി? അംഗീകരിച്ചാൽ മതി. ഫാക്ട്സ് ആർ നോട്ട് ജസ്റ്റ് ബിലീവ്ഡ്, ഫാക്ട്സ് ആർ അക്സെപ്റ്റഡ്. ഓർ എന്താണ്? ഫാക്ട്സ് ആർ അക്സെപ്റ്റഡ്. അതെന്താണ്? അത് അംഗീകരിക്കപ്പെടുകയാണ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളാ വിശ്വസിക്കുന്നതല്ല, ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ, കണ്ട കാര്യങ്ങളുമല്ല, കാണാൻ കഴിയാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്ന സാധാരണ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ പഠനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ ഒരു വസ്തുത വിശ്വസിക്കുന്നത്. ഞാൻ ഫിസിക്സ് പഠിക്കുമ്പോഴാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുകയാണെന്നുള്ളത് ഞാൻ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ചരിത്രത്തിലെ ഒരു വസ്തുത ഞാൻ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് പഠനത്തിൽ നിന്നല്ല, വെളിപ്പാടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സാധാരണ വിശ്വാസം പഠനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ വേദപുസ്തക വിശ്വാസം വെളിപ്പാടിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അത് ഞാനോ മറ്റുള്ളവരോ ആണെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കാം. എന്നാൽ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോഴാണ്, ആ വെളിപ്പാടിലാണ് എൻ്റെ ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. വെളിപ്പാടിൽ മാത്രമേ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. പത്രോസിനോട് കർത്താവ്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ പല ആളുകളും പറഞ്ഞു. ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ പറയുന്നു ജെറമയാണെന്ന്, ചിലർ പറയുന്നു ആ പ്രവാചകനാണെന്ന്, ഏലിയാവാണെന്ന്, എ ലോട്ട് ഓഫ് തിങ്സ്. കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവ് എന്താ പറയുന്നത്? ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. അവിടെ ജഡരക്തങ്ങളല്ല എന്ന് പറയുന്നത് ബുദ്ധിയല്ല നിനക്കിത് വെളിപ്പെടുത്തിയെന്നാണ്. അതായത് മാനുഷിക യുക്തിയിൽ നീ കണ്ടെത്തിയ ഒരു ഫാക്റ്റ് അല്ല, ഒരു വസ്തുതയല്ല ഞാൻ ദൈവത്തിന്റെ പുത്രനായ മശിഹയാണെന്നുള്ളത്. അത് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതാണ്. മറ്റുള്ളവർ വാസ്തവത്തിൽ ഒരു കൺക്ലൂഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവനെ പോലെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഈ യേശു ഒരു പക്ഷേ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നവനായിരിക്കാം, അതല്ലെങ്കിൽ അവൻ ഏലിയാവായിരിക്കാം, അതല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന
എന്നെ പോലെ ഒരു പ്രവാചകനെ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ ആ പ്രവാചകനായിരിക്കാം. അത് അവരുടെ യുക്തിയിൽ നിന്ന് അവർ കണ്ടെത്തുന്ന നിഗമനമാണ്. പക്ഷേ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് പറഞ്ഞത് നിഗമനമല്ല, അതിനകത്ത് യുക്തിയില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് എന്നെ കണ്ടേച്ച് ദൈവത്തിന്റെ പുത്രനായ മശികയാണെന്ന് പറയാനും തക്കവണ്ണമുള്ള ബുദ്ധിയൊന്നും നിനക്ക് ഇല്ല. കാരണം യേശുവിനെ പോലെ ഒരു സാധാരണ മനുഷ്യനെ, യേശുവിനെ പോലെ ഒരു കാർപ്പൻറ്റേഴ്സ് സൺ, ഒരു തച്ചന്റെ മകനെ, യേശുവിനെ പോലെ വീടില്ലാത്ത, വസ്തുവകളില്ലാത്ത, സാമ്പത്തിക മേന്മയില്ലാത്ത, യാതൊരു മഹത്വവുമില്ലാത്ത, ഇടയ്ക്ക് വിശക്കുന്ന, ഇല്ലേ, ഉറങ്ങാൻ സ്ഥലമില്ലാത്ത, ഇടയ്ക്ക് യേശുവിനെ വിശന്നു, ഇല്ലേ, വിശക്കുകയും മറ്റുള്ള അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. പല സമയത്തും അത് നോക്കിയിട്ട് ഇവൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യുക്തിയിൽ അസാധ്യമാണ്. ആ യുക്തി പരാജയപ്പെടുന്നിടത്താണ് ദൈവം എന്ത് ചെയ്യുന്നത്? വെളിപ്പാട് നൽകുന്നത്.